ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആദ്യം തന്നെ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച TKM കോളേജിൻ്റെ അതോറിറ്റീസിനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനസിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റീസിനെ കാണാൻ സാധിച്ചു. പലപ്പോഴും നമ്മൾ പല കോളേജുകളിലും പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സൂപ്പർ സ്റ്റാറൊന്നും അല്ലെങ്കിൽ കൂടി പലപ്പോഴും നമ്മുടെ പേര് കൂടി അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നമ്മൾ ഇത്ര സീനിയേഴ്സായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും അവർ പേരെടുത്ത് സിനിമകളുടെ പേര് പറയുകയും അല്ലെങ്കിൽ വളരെ സാധാരണക്കാരൻ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരു ആക്ടറായ നമ്മളുടെ സിനിമകളെക്കുറിച്ചും ഓരോ സിനിമകളുടെ അഭിനയത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ കുറച്ചേറെ സംസാരിക്കുകയുണ്ടായി. അത് ഒരു കലാകാരൻ എന്നുള്ള തരത്തിൽ ഭയങ്കര ഇൻസ്പയറിങ് ആണ്. പ്രത്യേകിച്ച് കോളേജുകളിൽ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വിഷയം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സിനിമയിലാണോ സീരിയലിലാണോ അല്ലെങ്കിൽ ഇങ്ങനെ പേര് വന്നെന്താണെന്നൊക്കെയുള്ള തരത്തിൽ അതൊരു യുദ്ധമായിരിക്കും. അത് ഇവിടെ വന്നപ്പോൾ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇത്ര കോമൺ സെൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ആർട്ടിനെ സിനിമയൊക്കെ സ്നേഹിക്കുന്ന ഒരു പറ്റം സീനിയേഴ്സായിട്ടുള്ള ടീച്ചേഴ്സിനോട് ഇടപഴകാൻ സാധിച്ചാണ്. പിന്നെ എന്നെ അനസ് ഈ പരിപാടിക്ക് വിളിക്കുകയുണ്ടായി. അപ്പോൾ ഈ പരിപാടിയുടെ ഉള്ളടക്കമൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. TKM കോളേജിൽ പരിപാടിയുണ്ട്, അപ്പോൾ അതിന് വരണം എന്നാണ് എന്നോട് അനസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കൊരു ഉഷാറില്ല കേട്ടോ സത്യത്തിൽ. എല്ലാവരും ഓക്കെ അല്ലേ? ആണോ? ഓക്കെ. അപ്പോൾ എന്നോട് ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ പിന്നീട് പലപ്പോഴും ഡേറ്റ് മാറുകയും അല്ലെങ്കിൽ എൻ്റെ ഡേറ്റ് മാറുകയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവസാനം വരാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ അനസിനോട് ഞാൻ വരാമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ ഇങ്ങനെ പ്രശ്നമുണ്ട്, അതായത് ഇതിൻ്റെ വിഷയം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരാണ് എന്നോട്. അപ്പോൾ പുള്ളി പെട്ടിരിക്കുകയാണ്. കാര്യം ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഈ പറയുന്ന സിനിമാക്കാർ ഒരു അർത്ഥത്തിൽ ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. സിനിമയിലുള്ള ആളുകൾ മുഴുവൻ മയക്കുമരുന്നും മദ്യവുമൊക്കെ ഉപയോഗിക്കുന്നൊരു പറ്റം, അല്ലെങ്കിൽ അവർ മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം എവിടെയോ ഈ ചാനലുകൾക്ക് കോണ്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പം ഞാൻ മദ്യപിക്കില്ല, ഞാൻ സിഗരറ്റ് വലിക്കില്ല, അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം ഞാൻ അനസിനോട് പറഞ്ഞു, ഞാൻ പിന്നെ പേടിക്കണ്ട, ഞാനിതിലൊരു അപവാദമാവില്ല എന്ന് പറഞ്ഞു. കാര്യം ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഭയങ്കര മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾ ഒരിക്കലും ഫിറ്റിനാവില്ലല്ലോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. എനിക്ക് അറ്റ് ദ സെയിം ടൈം എനിക്ക് എവിടെയോ ഭയങ്കര ഒരു ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ ഞാൻ ഈ ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ആശാന്മാർ നമ്മളെ ആക്ടിങ്ങിൻ്റെ ബേസിക്സ് പഠിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അത് സിനിമാക്കാർ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ IT ജീവനക്കാർ അങ്ങനെ നമുക്കൊരു വിഭാഗത്തിനെ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം നമ്മളുടെ തമ്പ് ഇംപ്രഷൻ പോലെ തന്നെയാണ് നമ്മളുടെ സ്വഭാവവും ഒക്കെ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഒരു പരിപാടിയോട് നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഇങ്ങനൊരു പരിപാടി നടക്കേണ്ടതുണ്ട്. ഇപ്പം എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ കാലം അത്രയും ഞാൻ മദ്യപിക്കാനില്ല എന്നുള്ളത് എനിക്ക് ബഹുമാനം മാത്രമേ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. ഞാൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ശബ്ദം കൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഒരു ചിത്രകാരനൊരു ക്യാൻവാസും പെയിൻറ്റും എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഫങ്ഷൻ ചെയ്യുന്നത് എൻ്റെ ഒരു ആക്ടർ എന്നുള്ള തരത്തിൽ എൻ്റെ ബോഡി, മൈൻഡ് ആൻഡ് വോയിസ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ടെസ്റ്റ് കൂടി ചെയ്യാത്ത ഒരാളാണ്. അതിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെ ഇതിനെക്കുറിച്ചിട്ട് മദ്യത്തിനെ മയക്കുമരുന്നോ അല്ലെങ്കിൽ അഡിക്ഷനെ കുറിച്ചിട്ടൊക്കെ ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ഭയങ്കര അതോറിറ്റിയുള്ള ഡോക്ടേഴ്സും അല്ലെങ്കിൽ എൻ്റെ ഡബിൾ എക്സ്പീരിയൻസും അറിവും എല്ലാം ഉള്ള ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു കോമൺ ഗ്രൗണ്ടിൽ പറയുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞു തന്നേക്കണ പോലെ ഈ ആരോഗ്യമില്ലാണ്ട് നിങ്ങൾക്കൊരു 10,000 കോടി കിട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടോ ഒന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും സമാധാനത്തിനും ഒക്കെ എതിര് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും
എൻ്റർടൈൻ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാൻ. ബാക്കി ഭയങ്കര അതോറിറ്റിയുള്ള, ഇതിനെക്കുറിച്ച് വിവരവും പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതമാകട്ടെ ലഹരി, ജീവിതം നിങ്ങളുടെ ലഹരിയാകട്ടെ, ആർട്ടാകട്ടെ, സിനിമയാകട്ടെ, സാഹിത്യമാകട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ അതോറിറ്റീസിനും അനസിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.